ഹലോ, ഇത് നമ്മളൊരു സിമ്പിൾ സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. മിനി പീത്ത ബൈറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. ഈസ്റ്റ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഈസ്റ്റ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ആ സമയത്ത് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതിന്നൊരു ബബിളൊക്കെ വന്ന് ഒരു പത പോലെ മുകളിൽ ഫോം ചെയ്ത് വരണം. അപ്പോൾ ഈസ്റ്റ് ആക്റ്റീവ് ആണെന്നാണ് അർത്ഥം. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ ഈ ഈസ്റ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. 10 മിനിറ്റിന് ശേഷം 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് എടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈസ്റ്റും ഉപ്പും ഒക്കെ മൈദയിലേക്ക് എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. കൈ വെച്ച് കുഴച്ചെടുക്കാൻ നേരം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കയ്യിലും നല്ല രീതിയിൽ ഓയിൽ പുരട്ടിയ ശേഷം വേണം കുഴയ്ക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത് വല്ലാതെ ഒട്ടിപ്പിടിക്കും. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ആയി പോവാതിരിക്കാനാണ്. എന്നിട്ട് ഇത് ഡബിൾ സൈസ് ആവുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത നീളത്തിലുള്ള ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 കിലോ ഉണ്ട് കേട്ടോ. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എല്ലുള്ള ചിക്കനും യൂസ് ചെയ്യാം. അപ്പോൾ മാരിനേഷനൊക്കെ കൊടുത്ത് കുക്ക് ചെയ്ത ശേഷം ഇത് ഷ്രെഡ് ചെയ്തെടുത്താൽ മതി, എല്ലുള്ള ചിക്കൻ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങാനീര്, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട കേട്ടോ, ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമ്മളിത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ അടച്ച് വെക്കാം. നമുക്കൊരു സോസും കൂടെ റെഡിയാക്കാനുണ്ട്. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് മയോണൈസ് ആണ് കേട്ടോ. ഇങ്ങനെ മയോണൈസ് ഉണ്ടാക്കുന്ന, ഒറ്റ മിനിറ്റിൽ മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ അൽഫാമിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു മയോണൈസിൻ്റെ വേർഷൻ നമ്മൾ ഫ്രൈഡ് ചിക്കൻ, അൽബേക്ക് സ്റ്റൈലിൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോഴും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല കട്ടിക്ക് തന്നെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ തന്നെ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് സിറാച്ച സോസാണ്. ഇത് നമ്മൾ ഹാലപ്പിനോ ചില്ലീസ് ഉണ്ടല്ലോ, അതിൻ്റെ സോസാണ്. ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നോർമൽ ചില്ലി സോസും ചേർക്കാം കേട്ടോ. അത് 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെ ചിക്കനിലേക്കുള്ള സോസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മാവ് ഡബിൾ സൈസ് ആയ ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ തൂക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മാവ് വെച്ചിട്ട് കൈകൊണ്ട് തന്നെ ഇത് പരത്തിയെടുക്കാം. ഒരു മീഡിയം തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു പാത്രം ഇതുപോലെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കുക്കി കട്ടർ യൂസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഓരോന്നും കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഉള്ളിലൊന്ന് കുത്തി കൊടുക്കണം. അതുപോലെ തന്നെ ഓരോന്നും കവർ ചെയ്ത് വെക്കുകയും വേണം, തുറന്നിടരുത് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ മാവ് തീരുന്നത് വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് തീ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അപ്പങ്ങൾ ഓരോന്നും ഇട്ട് കൊടുക്കാം. ചെറിയ രീതിയിൽ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഹാർഡായി പോവും.
അപ്പോൾ ഇനി ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ കുക്കുംബറും സവാളയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ബേസായിട്ട് കൊടുക്കുന്നത്. ഇതുപോലൊന്ന് ഷേപ്പാക്കി എടുത്ത ശേഷം അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും കുക്കുംബറും സവാളയും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ പരിപാടി. ഇതിന്റെ പേരെന്താ? ടാക്കോ. ഇഷ്ടം? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്ക്. I want more. Then I will tell you. ഇഷ്ടമായി കേട്ടോ. ഇഷ്ടമാണോ? എങ്ങനെ? ആള് വെയിറ്റ് ചെയ്യും. വേണ്ടെന്നൊക്കെ പറഞ്ഞു പോയ ആളാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അടിപൊളി.